താങ്കളുടെ പരാതി പരിശോധിച്ച് കൃഷിനാശം മൂലമുള്ള നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷാ നമ്പർ 87-979 പ്രകാരം 165 രൂപ പാസ്സാക്കുന്നുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആയത് എത്രയും പെട്ടെന്ന് താങ്കളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതാണ് എന്ന വിവരം അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റേരി പഞ്ചായത്തിലെ മണ്ഡപത്താണുള്ളത്. ജീരകത്തിൽ വർഗീസ് എന്ന് പറഞ്ഞ 78 വയസ്സുള്ള ഒരു വയോധികൻ നടത്തുന്ന കൃഷിയിടത്തിലാണുള്ളത്. അദ്ദേഹത്തിന് കൃഷിയിടത്തിൽ വരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കൃഷിവകുപ്പും വനംവകുപ്പും ഒക്കെ കർഷകരെ വാണോളം പുകഴ്ത്തുകയാണ് എപ്പോഴും ചെയ്യുന്നത്. അവർക്ക് ആനുകൂല്യം എല്ലാം പറയുന്നു. എന്നാൽ ഇവിടെ ഈ കർഷകന്റെ മുഖത്തടിക്കുന്നതിന് സമാനമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വലിയ തോതിലുള്ള ചേന കൃഷി വ്യാപകമായ രീതിയിൽ കാട്ടുപന്നികൾ നശിപ്പിച്ചപ്പോൾ ആ അദ്ദേഹത്തിൽ തോമസ് ചേട്ടൻ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞത് കേവലം 165 രൂപ മാത്രമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക്, വർഗീസ് ചേട്ടനെ പോലെ ഒരാൾക്ക് 165 രൂപ കൊടുക്കുന്നതിലും ഭേദം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയാണോ കർഷകരെ ഇങ്ങനെ അപമാനിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ കേരളത്തിലെ വനം വകുപ്പും കേരളത്തിലെ കൃഷിവകുപ്പും? കൃഷിവകുപ്പ് തന്നെ പറയുന്നു 50-ലധികം മൂട് ചേന പൂർണ്ണമായും കാട്ടുപന്നികൾ നശിപ്പിച്ചു എന്ന്. എന്നാൽ അങ്ങനെ നശിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ 150 രൂപ 165 രൂപ മാത്രം കേവലം കൊടുത്തിട്ട് അദ്ദേഹത്തെ പോലെ ഇത്ര പ്രായത്തേക്ക് മറന്നിട്ടാണ് ഫുൾ ടൈം കൃഷിയെടുത്ത്. അദ്ദേഹത്തിന് കൃഷിയെടുത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ കാണാം ചേനയുണ്ട്, ചേമ്പുണ്ട്, അതുപോലെ നമ്മുടെ കപ്പയുണ്ട്, വാഴയുണ്ട്, അങ്ങനെ ഒട്ടനവധി കൃഷികൾ ഈ കൃഷിയെടുത്തിട്ടുണ്ട്. ദിവസവും തന്നെ അദ്ദേഹം തൊഴിലാളികളെ നിർത്തി അദ്ദേഹവും ഈ വയസ്സൊക്കെ നടന്ന് ഈ കൃഷിയിടത്തിലൂടെ നടന്ന് കൃഷിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കർഷകന് ഒരു 165 രൂപ, കേവലം 165 രൂപ മാത്രമാണ് നഷ്ടപരിഹാരം. നമുക്ക് നോക്കാം. നമുക്ക് ഈ തൊട്ടടുത്ത് ഇവിടുത്തെ കർഷകനായ മറ്റൊരു ചേട്ടൻ പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇവിടുന്ന് കൃഷിഭവനിൽ പോകണമെങ്കിൽ എത്ര പൈസ തന്നെ, ഒരു വണ്ടിക്കൂലി തന്നെ എത്ര വേണ്ടി വരും? ഇവിടുന്ന് ഇപ്പം ലൈൻ ബസ് ഒന്നും ഇല്ലല്ലോ, അപ്പം ഒരു ഓട്ടോറിക്ഷയൊക്കെ കൂട്ടിയേ പോകാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 150 രൂപ കൊടുക്കണം ഇവിടുന്ന് ചിറ്റാരിക്കാൽ വരെ ഒന്ന് പോകണം. ചിറ്റാരിക്കാലാണ് ഞങ്ങളുടെ കൃഷിഭവൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ അങ്ങോട്ടൊരു 150, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 150 രൂപ. അത്രയും പൈസയൊക്കെ കൊടുത്താലേ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഇത് കൃഷിനാശം വരുമ്പം എപ്പോഴും അവിടെ പോകുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ഈ ജീരകത്തിലെ വർഗീസ് ചേട്ടൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. എനിക്ക് 70 വയസ്സുണ്ട്. ഞങ്ങളെല്ലാം ഈ കൃഷി ചെയ്യുന്ന അന്ന് മുതലേ എനിക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നതാണ്. അങ്ങനെ നല്ലപോലെ ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇത് എല്ലാ വർഷവും ഇത് തന്നെ അനുഭവം. കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാം കപ്പ കൃഷി ചെയ്തിട്ട് ഒരു വകയും കിട്ടിയില്ല, മൊത്തം കൊണ്ടുപോയി പറഞ്ഞു. ഏതായാലും ഈ പുള്ളി സ്ഥിരം കൃഷി ചെയ്യുന്ന മനുഷ്യനാണ്, നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. ഇപ്പം കൃഷി വകുപ്പ് വനം വകുപ്പൊക്കെ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അടുത്ത വർഷം മുതൽ ഇനി കൃഷി നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക. ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല, അന്നേരം പന്നി കൊണ്ടുപോകും. പല പ്രാവശ്യം പന്നി കയറി കഴിയുമ്പം നമ്മുടെ കൃഷി മുഴുവൻ തീരും. പിന്നെ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ കർഷകൻ എങ്ങനെ ജീവിക്കണമെന്നും കൂടെ പറഞ്ഞു തരുന്നതാണ് ഏറ്റവും നല്ലതായിരുന്നു. 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട, സർക്കാരിന് വേണ്ട, ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ട, ബാങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ലോൺ എടുക്കാമെന്ന് കരുതിയാൽ അവിടുന്ന് കിട്ടില്ല. പിന്നെ എങ്ങനെ ജീവിക്കും ഞങ്ങൾ? നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യങ്ങളാണത്, എങ്ങനെ ജീവിക്കും എന്നുള്ളത്. അതൊക്കെ അല്ലാതെ ഇപ്പം നമുക്കിപ്പം സർക്കാരിനോടൊക്കെ പറയാമെന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഈ വർഗീസയുടെ പലതവണ വനംവകുപ്പിൽ കണ്ടിട്ടാണ് ഇപ്പൊ ഈ 160 രൂപ തന്നെ കിട്ടിയത് അല്ലേ? അപ്പോൾ പല പ്രാവശ്യം പോയി പുള്ളി അപേക്ഷ കൊടുത്ത് 165 രൂപ എന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ ഇതൊരു ഭയങ്കര ഒരു സംഭവമായി പോയി. 165 രൂപയുടെ സഹായമൊക്കെ ഒരു സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരിക്കും. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ഇതായിരിക്കും. ഒരു കർഷകൻ കൃഷി ചെയ്താലും ഇതാ ഒരു മൂട് ചേന, ഇത് അങ്ങനെ പറിച്ചു വെച്ചിരിക്കുന്ന ചേന കണ്ടില്ലേ? ഒരു ചേനയ്ക്ക് ഒരു 8 കിലോ 10 കിലോ കാണും. ആ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് ഇയാളെ 80 രൂപ വില വെച്ചിട്ട് മേടിച്ചതാണ്. ആ വിലയ്ക്ക് കൂട്ടിയാൽ തന്നെയും ഒരു 8 കിലോ ഉള്ള ചേനയ്ക്ക് എത്ര രൂപ? 640 രൂപ കിട്ടണ്ടേ? 165 രൂപ ഇത്രയും സ്ഥലത്തെ ചേന കളഞ്ഞതിന് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ അതിന് മറുപടി പറയേണ്ടത്? നമുക്കറിയാമില്ല. ഇനിയിപ്പം ആരാ ഇതിൻ്റെ മറുപടി പറയുന്നെന്നോ അല്ലെങ്കിൽ കൃഷി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്ന ആരാന്നുള്ളത് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. നമുക്കിപ്പം അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. കൃഷിയല്ലേ നമ്മുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം, വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ ഈയൊക്കെ ജീവിതം. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ വർഗീസ് ചേട്ടൻ. ഇവിടെ കാണുന്നവരൊക്കെ ഈ വർഗീസ് ചേട്ടന്റെ പണിയെടുക്കുന്ന ഒരുപാട് തൊഴിലാളികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ദിനംപ്രതി ഈ തോട്ടത്തിൽ വരികയും കൃഷി ഒക്കെ ചെയ്തിട്ടാണ് ഈ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലാണ് ഇങ്ങനെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് വർഗീസ് ചേട്ടൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നു. 25 വർഷത്തിൽ ഞാൻ 200 ചേന കൃഷി ചെയ്തിരുന്നു. കിലോയ്ക്ക് 85 രൂപ വെച്ച് ചെറുപുഴയിൽ നിന്ന് 2 ക്വിൻ്റൽ വിത്ത് വാങ്ങിയാണ് നട്ടത്. പന്നി കയറാതെ ചുറ്റും നെറ്റ് കെട്ടി വേലിയും തീർത്തിരുന്നു. പക്ഷേ ചേന കഴിഞ്ഞ മാസം 20-ആം തീയതിയോടുകൂടി ഒരു കൂട്ടം കാട്ടുപന്നികൾ വേലി തകർത്ത് പറഞ്ഞ പോലെ പറമ്പിൽ കയറുകയും 100-ലധികം ചേന നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചിറ്റാരിക്കാൽ കൃഷി ഓഫീസറെ കൊണ്ടുവന്ന് സ്ഥലത്ത് കാണിക്കുകയും ഈ പറഞ്ഞ പോലെ അദ്ദേഹം 50
ചേന നഷ്ടപ്പെട്ടതായും 200 ചേന നട്ടതായും സർട്ടിഫിക്കറ്റ് തരികയും അതനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പറഞ്ഞ പോലെ ഇത് കാണിച്ച് അപേക്ഷ കൊടുക്കുകയും ചെയ്തു ഓൺലൈനായിട്ട് അക്ഷയ മുഖാന്തരം. പക്ഷേ അത് കഴിഞ്ഞ് വന്യജീവി സംരക്ഷണ വാരം അതായതെന്ന് പറഞ്ഞ് ഇറ്റാരിക്കാലി ഒരു ക്യാമ്പുണ്ടായിരുന്നു. അതിലും പോയി അപേക്ഷ കൊടുത്തതനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ വരികയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് 165 രൂപ നഷ്ടം അനുവദിച്ചതായിട്ട് ഒരു നോട്ടീസ് തന്നപ്പോൾ ഞാൻ അന്തം വിട്ടു. ഇതെന്ത് കളിയാ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് ഈ 165 രൂപ അനുവദിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ഞാനതനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പറഞ്ഞില്ല 165 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടെന്നും കൂടുതൽ സത്യസന്ധമായവരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് വിശദമായ അന്വേഷണം നടത്തി ന്യായമായ നഷ്ടപരിഹാരം അനുവദിച്ചു തരണമെന്നും പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിക്ക് കത്ത് അയച്ചിട്ടുണ്ട്. പിന്നെ പത്രക്കാരുമൊക്കെ അറിഞ്ഞ് ദീപികക്കാരുമൊക്കെ അറിഞ്ഞ് ഈ പറഞ്ഞ ജനങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ 165 രൂപ വളരെ കുറഞ്ഞ നഷ്ടപരിഹാരമാണ്. കർഷകനെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇത്. അതുകൊണ്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ചാനലുകാരെയൊക്കെ പറഞ്ഞ് അറിയിച്ചത്. ആരൊക്കെ അറിയിക്കുന്നതാണ്. പക്ഷേ ഇതാണ് കൃഷിക്കാരൻ്റെ അവസ്ഥ. ഇവിടെ സംബന്ധിച്ചിടത്തോളം 4-5 വർഷമായിട്ടെന്ന് പറഞ്ഞാൽ കപ്പ, ചേമ്പ്, ചേന ഒക്കെ കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ്. ഞാൻ 50 വർഷമായിട്ടെന്ന് പറഞ്ഞാൽ കൃഷി രംഗത്തുള്ളതാണ്. 200 കിൻഡൽ കപ്പയോളം വരെയും 50 കിൻഡൽ ചേനയും 25 കിൻഡൽ വാഴക്കൊലയും ഒക്കെ ആ ഒരു വർഷം വിൽക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രായമൊക്കെ ആയി. അതുകൊണ്ട് കൃഷിയൊക്കെ കുറച്ച് നട്ടാലും ഒന്നും കിട്ടിയില്ലാത്ത ഒരു അവസ്ഥയാണ്. കൃഷിക്കാരൻ്റെ സ്ഥിതി വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമ്മൾ വീണ്ടും പറയുകയാണ്, ഇപ്പൊ വർഗീസ് ചേട്ടന്റെ വാക്കുകളൊക്കെ നമുക്ക് കേട്ടു. അദ്ദേഹം ഈ പ്രായത്തെയൊക്കെ മറന്നുകൊണ്ടാണ് കൃഷിയിടത്തിൽ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, പലതവണ ഇവിടെ കൃഷി വകുപ്പിലെ ജീവനക്കാർ തന്നെ വന്നിട്ടുണ്ടാവും. ചിറ്റാരിക്കാൽ ഈ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ പറയും 150 രൂപ വേണം. അവര് 2-3 തവണ അവര് വന്നപ്പോൾ തന്നെയുള്ള ചെലവ് തന്നെ 1000 രൂപ. ഈ ഒരു അപേക്ഷ കൊടുക്കാൻ തന്നെ 1000 രൂപയിൽ മേലെ ചെലവായിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു ഈ കർഷകനെ നാണം കെടുത്ത സമീപനമാണ് ഈ കൃഷി വകുപ്പും ഈ വനം വകുപ്പും ചെയ്യുന്നത്. വനം വകുപ്പുകാർ ആ പണം ഒരു കാരണവശാലും 165 രൂപ എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്? ഇന്ന് നമുക്ക് ഒരു ദിവസത്തെ ചെലവ് കഴിയാൻ പോലും കഴിയില്ല. ഇത്തരത്തിൽ ഒരു വാഴ വെച്ച് അതിന്റെ വളവിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേവലം 165 രൂപ എന്ന് പറഞ്ഞാൽ കർഷകനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇത് പുനർപരിശോധിക്കുകയോ ചെയ്യുക മാത്രമല്ല, അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ ആ നടപടി എടുക്കുകയാണ് വേണ്ടത്. 50 ചേന വിത്ത് നഷ്ടപ്പെട്ടു എന്ന് പൂർണ്ണമായി അവർ കണ്ടെത്തിയതിന് 165 രൂപ അനുവദിച്ച ഉദ്യോഗസ്ഥരെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്നാണ് കർഷകർ തന്നെ പറയുന്നത്. ഇത് മാത്രമല്ല, അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് കർഷകനെ അവഹേളിക്കുന്ന തുല്യമാണ്. വർഗീസായിട്ട് തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നു ആ പണം താൻ കൈപ്പറ്റില്ല എന്ന്. ഇത്തരത്തിലാണ് ഈ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്.